സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു കാര്യം അറിയിക്കാൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ എല്ലാമായിരുന്ന CJ റോയി എന്ന് പറയുന്ന ആ ഒരു വ്യവസായി പ്രമുഖൻ ആത്മഹത്യ ചെയ്തൊരു സംഭവം. എന്തുകൊണ്ടാണ് ഈ CJ റോയി എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹി ഇങ്ങനെ ഒരു സ്വയം തോക്കെടുത്ത് തന്റെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർത്ത് മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? നമുക്കറിയാം, ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. അതായത് കഴിഞ്ഞ 28-ാം തീയതി മുതൽ, അതായത് ജാനുവരി 28-ാം തീയതി മുതൽ ഈ CJ റോയി എന്ന് പറയുന്ന മനുഷ്യന്റെ സ്ഥാപനത്തിലും വീട്ടിലുമൊക്കെ ആയിട്ട് ED റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. ആരാണ് ഈ ED റെയ്ഡ് നയിക്കുന്നത്? അല്ലെ, ആരാണ് ED റെയ്ഡ് എന്ന് പറയുന്ന സാധനം? അത് BJP അല്ലെങ്കിൽ സംഘപരിവാറാണ് അല്ലേ? അപ്പൊ സംഘികളുടെ ഒരു കൂട്ടം ആളുകളാണ് EDയിലും കസ്റ്റംസിലും ഒക്കെ ഉള്ളത് നമുക്കറിയാം. മമ്മൂക്കയുടെ വിഷയം വന്നപ്പോഴും നമ്മളത് കണ്ടതാണ്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയ സമയത്ത് ഇതേ ഒരു സംഭവം ഇതേ രീതിയിൽ ഒരാളുടെ വീട്ടിൽ നടത്തിയിരുന്നു. ആരുടെ വീട്ടിലാണെന്ന് അറിയാമോ? ഗോകുലം ഗോപാലിന്റെയും അതേപോലെ തന്നെ പൃഥ്വിരാജിന്റെയും ഒക്കെ വീട്ടിൽ. എന്തേ മോഹൻലാലിന്റെ വീട്ടിൽ ആ സമയത്ത് ED റെയ്ഡ് നടത്തിയില്ല? അത് വേറൊന്നുമല്ല, മോഹൻലാലിന് സംഘിച്ചായ്വ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ പൃഥ്വിരാജിന്റെയും ഗോകുലം ഗോപാലിന്റെയും ഒക്കെ വീട്ടിൽ ED റെയ്ഡ് നടത്തുകയും, എന്നാൽ എന്താണ് അവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. ഒന്നും കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോകുലം ഗോപാലിനെ കുറച്ച് ദിവസം ബുദ്ധിമുട്ടിപ്പിക്കുക, ED റെയ്ഡ് എന്നുള്ളൊരു പേരും കൊടുക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്തതാണ്, അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതേ രീതിയിൽ അതിനുശേഷം ഇപ്പൊ ഇതാ വന്നിട്ട് മമ്മൂക്കയുടെ വീട്ടിൽ അതിനിടയ്ക്ക് വന്നു കേട്ടോ. മമ്മൂക്കയുടെ മകന്റെയും ഒക്കെ വീട്ടിൽ മാറി മാറി EDയും അതേപോലെ തന്നെ കസ്റ്റംസും ഒക്കെ കയറി ഇറങ്ങി നിരങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അവിടെ നിന്നും എന്തെങ്കിലും കിട്ടിയെന്ന് ചോദിച്ചാൽ അവിടെ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കരുത്, പിന്നെ എന്തിനാണ് ED റെയ്ഡ് നടത്തുന്നത്? മമ്മൂട്ടിയുടെ വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ല, പിന്നെ ഗോകുലം ഗോപാലിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയില്ല, പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ശരിക്കും ഒരു ദുരുദ്ദേശത്തോടു കൂടി രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് കളിക്കുന്ന വൃത്തികെട്ട പരിപാടി, അല്ലെ പോരാട്ട നാടകമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ED കണ്ടുപിടിച്ചിട്ടുള്ള കേസുകളിൽ എത്ര കേസുകൾ വിജയിച്ചിട്ടുണ്ടെന്നും എത്ര കേസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും ഉള്ളതും നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു 100% കേസുകൾ എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ അതിലാകെ വിജയം കണ്ടിട്ടുള്ള 5% കേസുകളായിരിക്കും. അതായത് ഒഫൻസ് കണ്ടിട്ടുള്ള 5% കേസുകളാണെന്ന് സാരം. ബാക്കിയുള്ളതെല്ലാം വെറുതെ കെട്ടിച്ചമച്ച് ആരെയോ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടും ആരുടെയോ മുകളിൽ ചാപ്പ കുത്താൻ വേണ്ടിയിട്ടും ഒക്കെ കണ്ടുപിടിച്ച മാർഗമായിട്ടാണ് ED എന്ന് പറയുന്നൊരു സാധനം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ CJ റോയിയുടെ ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ, ലാസ്റ്റ് അവസാനമായിട്ട് അദ്ദേഹം പങ്കെടുത്തൊരു ഇന്റർവ്യൂവിലൊക്കെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. ED റെയ്ഡ് ഉണ്ട്, വെറുതെ ഈ സമയത്ത് ഇന്റർവ്യൂ കൊടുക്കേണ്ട. ഡോക്ടർ റോയി ജീവിതം പറഞ്ഞ അവസാനത്തെ അഭിമുഖം എന്ന് പറഞ്ഞിട്ട് അരുൺ രാഘവൻ എഴുതുന്നു. ഇന്റർവ്യൂ ചെയ്ത ആളാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ആ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതിൽ ബാക്കി പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാം നേടിക്കഴിഞ്ഞു, ബക്കറ്റ് ലിസ്റ്റിൽ ഇനി ഒന്നുമില്ല. എപ്പോൾ മരിച്ചാലും ഞാൻ ഹാപ്പിയാണ്. വിമാനയാത്രയ്ക്കിടെ അപകടമുണ്ടായാലും നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോഡ്കാസ്റ്റ് ഷൂട്ട് അദ്ദേഹം അവസാനിപ്പിച്ചത്. അരമണിക്കൂർ സംസാരിക്കാനിരുന്ന ഡോക്ടർ റോയി 1.5 മണിക്കൂറോളം ജീവിതം പറഞ്ഞു. ഇന്റർവ്യൂ എന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് ഇടയ്ക്കിടെ അന്വേഷിച്ച അദ്ദേഹം അപ്ലോഡ് ചെയ്ത ശേഷം സന്തോഷം അറിയിച്ചു. പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ അത് നീക്കം ചെയ്യണമെന്ന് അപേക്ഷിച്ചു. എന്നെ നിരാശനാക്കാതിരിക്കാൻ അദ്ദേഹം കാരണം പറഞ്ഞു: ED റെയ്ഡ് ഉണ്ട്, വെറുതെ ഈ സമയത്ത് അത് കൊടുക്കേണ്ട. പറഞ്ഞ മാത്രമേ ഒഴിവാക്കി. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം വിളിച്ചു, കൊടുത്തോളൂ എന്ന് പറഞ്ഞു. വൈകിയതിൽ ക്ഷമിക്കണം. ഓക്കെ അല്ലേ സാർ എന്ന ചോദ്യത്തിന് അറിയാലോ ED റെയ്ഡ് ചെയ്താലുള്ള പ്രശ്നങ്ങൾ എന്ന് മാത്രം മറുപടി. അതിനെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിലും നടന്നില്ല. അഭിമുഖം അപ്ലോഡ് ചെയ്ത് 2 മാസം പോലും തികഞ്ഞില്ല. ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മാനസിക സംഘർഷത്തിനിടെ ആകുമോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അന്ന് സംഭാഷണം പൂർത്തിയാക്കിയത്? ഈ പടം ഇങ്ങനെ ഒരു അവസരത്തിൽ ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആദരാഞ്ജലികൾ ഡോക്ടർ CJ റോയി എന്ന് പറഞ്ഞുകൊണ്ട് നോ ക്യാപ്പ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജാണ് ആ ഒരു അഭിമുഖത്തിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഡോക്ടർ റോയി അദ്ദേഹത്തിന്റെ വാർത്തകൾ, അദ്ദേഹത്തിന്റെ സഹോദരൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരുന്നത്. ഓഫീസ് അവര് 3 ദിവസമായിട്ട് അവരുടെ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്. 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാ വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആള് പോയി. അത് ആയിരിക്കാം, വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോ ഞാൻ ഫാമിലിയെ ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. ഞാൻ കണ്ടിട്ടില്ല, ഫാമിലിയെ കണ്ടിട്ടില്ല. സംസാരിച്ചിരുന്നു. അല്ല, അവര് അത് തന്നെ പറഞ്ഞ. ഡെപ്യൂട്ടി കമ്മീഷണർ അല്ല, അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിന്റെ ആണ്, പുള്ളിയാണ് ഇൻവെസ്റ്റിഗേഷൻ ടീം. പുള്ളിയുടെ പ്രഷർ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടെ. 43 ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്തായിരുന്നു പരാതിക്ക് ഒരു പ്രശ്നം? ഇപ്പോൾ എന്താ അന്വേഷണം ഇങ്ങനെ ചെയ്യുന്നു കരുതേണ്ട?
ഇല്ല, അത് എനിക്ക് തോന്നുന്നില്ല. അത് 43,000 അടിക്ക് വേണ്ടിട്ട് ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ, അല്ല അറിയില്ല, ഞാൻ പോയാലേ എനിക്ക് അറിയുള്ളൂ. അവിടെ ഓഫീസിലില്ല. ഉണ്ടായിരുന്നു. അല്ല, ഈ ഉദ്യോഗസ്ഥനായിരുന്നു അന്വേഷിച്ചു. ഇല്ല, ഒരു തീരുമാനമായിട്ടില്ല. വീട്ടിൽ ഞാൻ ഫാമിലി ഒന്ന് കണ്ടോട്ടെ. ഇല്ലേ, ഇന്ന് സംസ്കാര ചടങ്ങുകൾ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ വെച്ച് നടന്നു. നമുക്കറിയാം, ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വളർച്ചയിൽ ഉയർന്നു വന്ന് എല്ലാ ആളുകളെയും സഹായിച്ച ഒരു മനുഷ്യനാണ് ഡോക്ടർ CJ റോയ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ നമുക്കെല്ലാം റിയാലിറ്റി ഷോകളിൽ കൂടിയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ പറ്റിയും CJ റോയ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റിയും ഒക്കെ ഉള്ളൊരു അറിവുള്ളത്. അദ്ദേഹം 101 വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞു. 101 വീടും അദ്ദേഹം നിർമ്മിച്ച് നൽകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ആ ഒരു വീഡിയോ കൂടെ ഞാൻ എന്തായാലും നിങ്ങളെ ഒന്ന് കാണിക്കാം. എന്തായാലും ഈ സമയത്ത് അത് കാണണമല്ലോ. 6 മാസം കൊണ്ട് ഈ 101 വീട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. Our honorable chief minister was talking about മഹാപ്രളയം. അപ്പൊ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പ്രളയം നടന്നപ്പോ 50 വീടാണ് കമ്മിറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ അത് ഞങ്ങൾ 101 വീടായിട്ട് മാറ്റി. ഈ 101 വീട് വെറും വാഗ്ദാനമല്ല, 6 മാസം കൊണ്ട് ഈ 101 വീട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അത് ദൈവത്തിന്റെ കൃപയും ഇൻഷാ അല്ലാഹ്. Thank you to each one of you for supporting Confident to do this and being our backbone. Thank you very much. കണ്ടില്ലേ, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വളരെ ധീരനായിട്ടുള്ളൊരു മനുഷ്യൻ തന്നെയായിരുന്നു ഡോക്ടർ CJ റോയ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ വന്ന ഒരു വീഡിയോ കൂടെ എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ തന്നെ ആൻഡ് പോയിട്ട് പുള്ളി ഒരു സീനിയർ വിളിച്ചു, ഇങ്ങനെ വട്ടുണ്ടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാണോ. അപ്പൊ ആൻഡ് തിരിച്ചു വന്നിട്ട് പിന്നെയും എന്റെ അടുത്ത് അപ്സെറ്റ് ആയി. ഞാന് ആക്കിയതാണോ, അങ്ങനെയാണ് പൂവാക്കിയതാണോ, എനിക്ക് ആ വേർഡ് അന്നാണ് ഞാൻ പഠിച്ചത്. ഇത് വേണ്ടായിരുന്നു. ഞാന് നമ്മുടെ നാട്ടുകാരനെ ചോദിച്ചു പറഞ്ഞ, നിങ്ങൾ എന്റെ മോസിന്റെ അടുത്തും എന്നെ ചീത്ത വിളിപ്പിച്ചല്ലോ. ഞാൻ സീരിയസ് ആണ്, 40 ലക്ഷം എന്റെ ഫ്ലാറ്റ് ഞാൻ തരാം. അപ്പൊ ആൻഡ് ചോദിച്ചു, റിയൽ അല്ലേ, ഊവാക്കല്ലോ നിങ്ങൾ പറഞ്ഞല്ലേ. പിന്നെ പോയിട്ട് പുള്ളിയുടെ ബോസെ വിളിച്ചു, ശരിക്കും പറഞ്ഞതാണെന്ന്. അപ്പൊ പുള്ളി ബോസ് ഈ റോയ് ആരാന്നറിയില്ല, കോൺഫിഡന്റ് ആരാന്നറിയില്ല, എന്തെങ്കിലും വൈറ്റ് പേപ്പറിൽ എഴുതി വാങ്ങിച്ചോളൂ സിഗ്നേച്ചർ. അങ്ങനെ വൈറ്റ് പേപ്പറിൽ ഞാൻ സൈൻ ഇട്ടു. പിന്നെ ഒരു കോൺട്രാക്ട് അയച്ചു. ഈ ഒരു സ്നേഹം അന്ന് ഞാൻ 5 ചോദിച്ച 40 കൊടുത്തുള്ളൂ. ഞാനായിരുന്നു ഐഡിയ സ്റ്റാൻസിന്റെ അന്നത്തെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോ ഞാനൊരു ലിമോസിനിൽ വരും, നിങ്ങൾ പാട്ട് പാടൂ, ഫ്ലാറ്റ് നേടും. അപ്പൊ ആൾക്കാർ ചോദിക്കും, ഇവനാരാണ്, ഇവന് പാട്ടിന് എന്ത് സംബന്ധം. ഒരു 20 പ്രാവശ്യം ഞാൻ വരാണ്ട് ഒരു ദിവസം, 20-25 പ്രാവശ്യം ടിവിയിലൂടെ വരും. അവർക്ക് സ്നേഹപൂർവ്വം. അങ്ങനെ ഞാനൊരു ഐഡന്റിഫൈഡ് പേഴ്സൺ ആയി, കോൺഫിഡന്റ് ഒരു ഐഡന്റിഫൈഡ് ബ്രാൻഡ് ആയി. ഓക്കെ, അന്ന് 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് അനൗൺസ്. എനിക്ക് തോന്നി 5 ലക്ഷം കൊടുത്ത ആരും നോക്കില്ല. ബിക്കോസ് പ്രീവിയസ് ഇയറും 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. 5 എത്ര കൊടുത്തെന്ന് എനിക്കറിയില്ല, 5 എന്നോട് പറഞ്ഞു. അപ്പൊ സഡൻ ആയിട്ട് ഒരു ഞെട്ടിക്കൽസില് ആൾക്കാർക്ക് കേൾക്കുമ്പോ 40 ലക്ഷം, ഇയാൾ ആരാണ്, കോൺഫിഡന്റ് എന്താണ്. ഓവർനൈറ്റ് വി ബിക്കേം എ ബ്രാൻഡ്. ഗഫാർ തിരിച്ചും ദുബായിലേക്ക് വന്ന് റോഡ് ഷോ നടത്തി. ഓക്കെ, ഗഫാർ ഇസ് എൻ എക്സ്ട്രീംലി കേപ്പബിൾ പേഴ്സൺ. ഈ ട്രിപ്പിൽ എത്ര വിറ്റു എന്ന് പറയും, 100 വിറ്റു. ബ്രാൻഡ് ആൾക്കാരിലേക്ക് എത്തി ഈ പ്രോഗ്രാമിലൂടെ. കണ്ടില്ലേ, അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതയാത്ര അല്ലെ ബിസിനസ് യാത്ര തുടങ്ങിയതെന്നുള്ളതിനെ പറ്റിയാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നല്ല ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന CJ റോയ് എന്ന് പറയുന്ന മനുഷ്യൻ വെറുതെ ഒരു തോക്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വീട്ടിലേക്ക് ED റെയ്ഡ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്ത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ എന്നുള്ളത്. അങ്ങനെ പറയേണ്ട ഒരു ആവശ്യകതയും ഇവിടെ ഇല്ല. നമുക്കറിയാം, ഇന്ന് ആരെയും, അതായത് ED എന്ന് പറയുന്ന അല്ലെ സംഘികളെ പേടിച്ചിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്, അല്ലെ നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ED റെയ്ഡ് നമ്മുടെ വീട്ടിൽ വരും, അല്ലെങ്കിൽ കസ്റ്റംസ് വരും, അല്ലെങ്കിൽ സംഘികൾ ആരെങ്കിലും അങ്ങോട്ട് നിയമിച്ചിട്ട് അങ്ങോട്ടേക്ക് വിടും. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയും നേരാവണ്ണം ബിസിനസ് ചെയ്യാനോ നേരാവണ്ണം ഒരു കാര്യം പറയാനോ ആർക്കും പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടു എന്ന് പറയുന്നൊരു കാര്യത്തിനോട് പ്രസക്തി ഇല്ലാതെ ആവുകയാണ്. അപ്പം അങ്ങനെ CJ റോയ് എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ അടുത്തൊരു വിരോധമുള്ളതിൻ്റെ പേരിൽ ഇവർ കാണിച്ചു കൂട്ടിയ പരാതി അല്ല പരാക്രമങ്ങൾ, ആ പരാക്രമങ്ങളിൽ ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അയാളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കള്ളക്കേസുകൾ കൊടുക്കുമോ എന്നുള്ളൊരു ഭയം, ആ ഭയത്തിൽ കൂടിയായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു വഴി തിരഞ്ഞെടുത്തത്. ഇനി അതൊരു പക്ഷേ ആത്മഹത്യ അല്ല, അയാളെ ആ അന്വേഷണ ഏജൻസികൾ കൊന്നതാണെങ്കിൽ അതിനും നമുക്കൊന്നും അതിശയിക്കാനില്ല. ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും.
പക്ഷെ അത് പുറത്ത് വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഇനി നമുക്കറിയണം. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചതെന്നുള്ളത് CID അല്ല CBI ഒക്കെ അന്വേഷിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. എങ്ങനെയാണെങ്കിലും സത്യാവസ്ഥ പുറത്തു വരണം. ഒരുപാട് പാവങ്ങളെ, പട്ടിണി പാവങ്ങളെ സഹായിച്ച് നല്ലൊരു മനുഷ്യസ്നേഹിയും മനുഷ്യനുമായിരുന്നു CJ റോയ്. ഇനിയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല പ്രവൃത്തികൾ നമ്മൾ കാണാനായിട്ടിരിക്കുകയാണ് ഈ ഒരു വിയോഗം. എനിക്കറിയാം എന്നെപ്പോലെ തന്നെ ഒരുപാട് ഞെട്ടലോടുകൂടി തന്നെയാണ് നിങ്ങളും ആ വാർത്ത കണ്ടിരിക്കുക. അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ. കാരണം അത്രയും അധികം ഒരു കോടീശ്വരനായിട്ടുള്ളൊരു മനുഷ്യൻ എന്തിനാ അദ്ദേഹത്തിൻ്റെ ജീവിതം പാതി വഴിക്ക് ഇങ്ങനെ ഈ ഒരു ചെറിയ തുമ്മിയ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിക്കട്ടെ എന്ന് പറയുന്നത് പോലെ അങ്ങനെ വിട്ടുകളയാവുന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ അങ്ങനെ വിട്ടുകളയാവുന്ന ഒരു കേസ് എന്തിനാ അദ്ദേഹം ആത്മഹത്യ ചെയ്തു? അതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. എന്തായാലും ആ ദുരൂഹത നീക്കം ചെയ്യണം. CJ റോയ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മരണത്തിന് സംഘികളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യണം. ഇനിയും ഇതിവിടെ ആവർത്തിക്കാൻ പാടില്ല. എല്ലാത്തിനെയും നിങ്ങൾ ഒരുമാതിരി കള്ളന്മാർ അല്ലെങ്കിൽ ഉടായ്പ് കാണിക്കുന്നവരാണ്, ഇവരൊക്കെ മരിക്കണമെന്ന് പറയുന്ന രീതിയിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇനിയും ഇവിടെ ഒരുപാട് മരണങ്ങളുണ്ടാവും. ഡോക്ടർ CJ റോയ് അങ്ങനെ ഒരു കള്ളം കാണിച്ചൊരു വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാൻ വിചാരിക്കുന്നില്ല. അയാൾ ചെയ്തതിനെല്ലാം പാവങ്ങളെയും അയാൾ സഹായിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ ബിസിനസ് കൊണ്ട് പോകാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ കള്ളക്കടത്ത് ചെയ്തു എന്നല്ല, അയാൾ അങ്ങനെ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാനത് വിശ്വസിക്കാൻ തയ്യാറുമല്ല. എന്തായാലും കേസ് അന്വേഷിച്ച് വരികയാണ്. സംഘികൾ കൊന്നതാണോ അതോ ഇനിയും എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. ഓക്കെ, ബൈ.